ആലപ്പുഴ ചെന്നിത്തലയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. ചെന്നിത്തല നവോദയ വിദ്യാലയത്തിൽ 8ാം ക്ലാസ്സുകാരനെ +1 വിദ്യാർത്ഥികളായ 6 പേർ ചേർന്നാണ് മർദ്ദിച്ചത്. മർദ്ദിച്ച കുട്ടികളെ സസ്പെൻഡ് ചെയ്തതായി സ്കൂൾ അധികൃതർ അറിയിച്ചു. സുധീഷ് ഗോപാൽ ചേരുന്ന വിവരങ്ങളുമായി. സുധീഷ്, എന്താണ് സംഭവിച്ചത്? വീണ, മിനിഞ്ഞാന്ന് രാത്രിയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. ഇത് ചെന്നിത്തലയിൽ പ്രവർത്തിക്കുന്ന ജവഹർ നവോദയ എന്ന സ്കൂളിൻ്റെ ഹോസ്റ്റലിൽ വെച്ചാണ് മർദ്ദനമേൽക്കുന്നത്. 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ കുട്ടിയെ 10ാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി വന്ന് +1 വിദ്യാർത്ഥികൾ വിളിക്കുന്നു എന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ കൊണ്ടുപോയി ചില ചോദ്യങ്ങൾ ചോദിച്ച് അതിന് മറുപടി നൽകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആക്രമിക്കുകയായിരുന്നു. കർണത്തടിക്കുകയും ചവിട്ടി തലയ്ക്കും അടക്കം ക്രൂരമായി മർദ്ദിക്കുകയുണ്ടായി. അതേ തുടർന്ന് ബോധരഹിതനായ കുട്ടിയെ പിന്നീട് മറ്റു കുട്ടികളെല്ലാം ചേർന്നാണ് അവരുടെ സ്വന്തം മുറിയിലേക്ക് എത്തിച്ചത്. തുടർന്ന് ഈ അക്രമത്തിന് നേതൃത്വം നൽകിയ 6 കുട്ടികളെ സസ്പെൻഡ് ചെയ്തതായിട്ടാണ് സ്കൂൾ അധികൃതർ അറിയിച്ചിട്ടുള്ളത്. എന്തുതന്നെയായാലും അതിക്രൂരമായ മർദ്ദനമാണ്. മറ്റൊരു സ്കൂൾ സഹപാഠിയുടെ മറ്റും അക്രമത്തിൽ ഒരു SSLC വിദ്യാർത്ഥി മരിച്ചതിൻ്റെ കേസ് ഇന്ന് ജാമ്യം നൽകുന്നത് അടക്കമുള്ള നടപടി വരുമ്പോഴാണ് മറ്റൊരു റാഗിംഗ് കേസ് ആലപ്പുഴ ജില്ലയിൽ നിന്നും ഉയരുന്നത്. ഇത് വലിയ രീതിയിലുള്ള മർദ്ദനമായിരുന്നു. ഈ കുട്ടിക്ക് മാത്രമല്ല, മറ്റ് 5-6 വിദ്യാർത്ഥികൾക്കും സമാന രീതിയിൽ മർദ്ദനമേറ്റു എന്നാണ് പറയുന്നത്. 6ാം ക്ലാസ് മുതൽ നവോദയ സ്കൂളിൽ പഠിക്കുന്നെങ്കിലും ഈ 6-7 ക്ലാസ്സുകളിലേക്ക് പ്രത്യേക ഹോസ്റ്റലും 8 മുതൽ പ്രത്യേക സീനിയേഴ്സിൻ്റെ ഹോസ്റ്റലുമാണ്. അപ്പോൾ അവിടേക്ക് എത്തിയതിൻ്റെ തൊട്ട് പിന്നാലെയാണ് +1 വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ റാഗിംഗ് എന്ന രീതിയിൽ തന്നെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ കുട്ടിയുടെ അച്ഛനും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, കുട്ടിയുമുണ്ട്. അവരോട് ചോദിക്കുക, ഏത് രീതിയിലായിരുന്നു ചേട്ടാ ഇതിനെക്കുറിച്ച് ഒരു അറിവ് കിട്ടുന്നത് സ്കൂളിൽ നിന്ന് അറിവ് കിട്ടുന്ന ഈ സംഭവം നടന്നതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മളെ സ്കൂളിൽ നിന്ന് ഒരു സാറ് വിളിച്ചിട്ട് പറഞ്ഞു, +1 വിദ്യാർത്ഥി മോനുമായിട്ട് ചെറിയൊരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് സാർ ഈ സ്കൂൾ വരെ ഒന്ന് വരണം, നമുക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സ്ഥിരമൊക്കെ വഴക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായ രീതിയിലൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മളത് വലിയ കാര്യമാക്കി എടുക്കുകയില്ല. എങ്കിലും എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തി എന്തായാലും അവിടം വരെ ഒന്ന് പോകണം എന്നൊരു തീരുമാനത്തിലെത്തുകയും ഞാൻ അവിടെ ചെല്ലുമ്പോൾ മോനെ ഭയങ്കര ക്ഷീണിതമായ ഒരു അവസ്ഥയിൽ മോൻ കരയുകയാണ് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട്. പപ്പ ഇതുപോലെ എന്നെ ഇന്നലെ ഒത്തിരിയും ഉപദ്രവിച്ചു, എൻ്റെ ബോധം വരെ പോയി. അപ്പം മറ്റുള്ള കുട്ടികളും അതേപോലെ തന്നെ അങ്കിളെ ഇവനെയാണ് ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത്, അവൻ്റെ ബോധം വരെ പോയി. എന്നിട്ട് ഈ സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് ഇവർ അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയോ അവന് വേണ്ട നടപടികളോ അല്ലെങ്കിൽ അവന് വേണ്ട ഫസ്റ്റ് എയ്ഡുകളോ കാര്യങ്ങളോ ഒന്നും സ്കൂളിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതുകൂടാതെ തന്നെ അന്നത്തെ ദിവസം തന്നെ നമ്മളെയോ അല്ലെങ്കിൽ രക്ഷകർത്താവ് എന്നുള്ള നിലയിൽ എന്നെ വിളിച്ച് അറിയിക്കുകയോ വീട്ടിലോട്ട് വിളിക്കുകയോ ഒന്നും ചെയ്തില്ല. പിറ്റേ ദിവസമാണ് അവർ നമ്മളെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറയുന്നതും. പിന്നെ അതിന് ശേഷം ഞാൻ അവനെ മാവേലിക്കര താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിക്കൽ എടുക്കുകയും പിന്നെ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കുകയും ചെയ്തു. ഈ കുട്ടികൾ അവനെ ഇത്രയും ഉപദ്രവിച്ചത് നമ്മളെ അറിയിക്കാതെയും അതിരുന്നത് സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് വളരെ ഒരു വീഴ്ചയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഇനിയും തുടർന്ന് അവനെ നമുക്ക് ആ സ്കൂളിൽ തന്നെ പഠിക്കണമെന്നാഗ്രഹം എങ്കിൽ പോലും ഈ കുട്ടികളെ സസ്പെൻഡ് ചെയ്ത് അവരൊരു 10 ദിവസം കഴിഞ്ഞ് വീണ്ടും അവർ തിരിച്ചു വന്ന് ഇത് വീണ്ടും ആവർത്തിക്കുന്നില്ല എന്ന് എന്താണ് ഉറപ്പ്? അതുകൊണ്ട് ഇങ്ങനെയുള്ള കുട്ടികളും മറ്റുള്ള കുട്ടികൾക്കും ഇങ്ങനെ ഒരു ഉപദ്രവം ഉണ്ടാകാതിരിക്കാനും ഈ കുട്ടികളെ ഇങ്ങനെ കുറ്റം ചെയ്ത കുട്ടികളെ ഇവിടുന്ന് ഡിസ്മിസ് ചെയ്യണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഏത് രീതിയിലായിരുന്നു മോനെ ആക്രമണം? എത്ര മണിയായി കാണും? രാത്രി ഒരു 10:30 സമയത്തായിരുന്നു എന്നെ ആക്രമിച്ചത്. എങ്ങനെ വിളിച്ചുകൊണ്ട് പോയി? എന്താ ചെയ്തത്? എന്നെ വിളിച്ചുകൊണ്ട് പോയി കുറേ ചോദ്യങ്ങളെല്ലാം ചോദിച്ച് ഞാൻ അതിന് ഉത്തരം പറഞ്ഞ ഉടനെ എന്നെ ഒരു ചേട്ടൻ്റെ കർണത്തടിച്ച്, പിന്നെ വേറെ ബെഡിൽ കൊണ്ടുപോയി കുറേ പുറത്തും വയറ്റത്തും ഒക്കെ അടിച്ച്. അത് കഴിഞ്ഞ് ബോധം പോയോ? ബോധം പോയപ്പോൾ വേറെ ചേട്ടന്മാരെല്ലാം വിളിച്ച് എൻ്റെ ഹൗസിൽ തന്നെ എന്നെ കൊണ്ടുപോയി സാറുമാരെല്ലാം വന്നു. അപ്പോഴത്തേക്ക് അന്ന് തന്നെ അവരെ സസ്പെൻഡ് ചെയ്തതായിട്ട് സാറുമാർ പറഞ്ഞു? അന്ന് തന്നെ 3-4 ചേട്ടന്മാർ സസ്പെൻഡ് ചെയ്തു. അടുത്ത ദിവസം ബാക്കി 2-3 പേരെ സസ്പെൻഡ് ചെയ്തു. ഇതാണ് സംഭവിച്ച അതിക്രൂരമായ മർദ്ദനം തന്നെയായിരുന്നു. റാഗിങ് എന്ന രീതിയിൽ തന്നെയാണ് ഈ കുട്ടിയുടെ മുറിയിൽ നിന്നും വിളിച്ചു വരുത്തി അവരുടെ മുറിയിലേക്ക് അല്ലെങ്കിൽ അവർ കൂട്ടം ചേർന്ന് നിൽക്കുന്ന ഇടത്തേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ചാണ് മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ചോദ്യങ്ങൾ ചോദിച്ചും മറ്റും അതിൻ്റെ ഇടയിൽ തന്നെ അടിക്കുക, അതിനുശേഷം ദേഹത്ത് കയറിയിരുന്ന് പോലും ക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഇത്രയൊക്കെ സംഭവം ഉണ്ടായി ബോധം പോലും പോയിട്ടും ആ സ്കൂൾ അധികൃതർ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി ഇത് എത്രത്തോളം ഗൗരവതരമാണ് എന്ന് പരിശോധിക്കാൻ പോലും തയ്യാറാവാഞ്ഞത് സ്കൂൾ അധികൃതരുടെയും വലിയ വീഴ്ചയായി തന്നെ കാണേണ്ടി വരും. എന്തു തന്നെയായാലും ഇപ്പോൾ 6 വിദ്യാർത്ഥികളെ ഇതുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. രക്ഷകർത്താവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ അടക്കം മൊഴി മാന്നാർ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെയും FIR ഇട്ടിട്ടില്ല. തുടർ നടപടി എന്തു തന്നെയാണ് എന്നത് ജുവനൈൽ നിയമപ്രകാരമുള്ള നടപടികളാവും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. അത്തരം കാര്യങ്ങളിലും മുന്നോട്ട് പോകാൻ തന്നെയാണ് രക്ഷകർത്താക്കളുടെയും മറ്റും തീരുമാനവും. വീണ, ഓക്കെ, ശരി സുധീഷ്.